നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രണവ്, മൃദുല, അതുപോലെ തന്നെ അവരുടെ മകൻ എല്ലാവരും ചേർന്നൊരു യാത്ര നടത്തിയിട്ട് യാത്രയിൽ പോകുന്ന സമയത്ത് വയറ്റിനോക്കും ഛർദിയാണ്. അതൊരു വശം. നമ്മളിപ്പോൾ അവർ കുറ്റം പറയില്ല. യാത്രയിലൊക്കെ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണിത്. പല സ്ഥലത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഇവർ പോയി ചെന്ന് പെട്ടത് വലിയൊരു കുരുക്കിലാണ്. കുരുക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വീട്ടിൽ മേടിക്കുന്ന, അതായത് നമ്മളൊരു വീട്ടിലൊക്കെ ഒരു 2 ആഴ്ചയ്ക്ക് മേടിക്കുന്ന പൈസ ഒരൊറ്റ സമയം കൊണ്ട് അവർ മേടിച്ചെടുത്തു. ചെറിയൊരു സംഭവം, ചെറുതായിട്ടൊരു മീൻ കഴിച്ചാണ് ഇവർ. ചെല്ലുമ്പോഴേ വയറിന് സുഖമില്ല, മൃദുലയ്ക്ക് വയറിന് സുഖമില്ല. എന്നിരുന്നാലും ചെന്നിരുന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ല് കേട്ടപ്പോൾ ഉള്ളതും കൂടി പോയിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിപ്പോൾ ഇതൊരു വിഷയമല്ല, അതൊരു വേറെ വശം. എന്നിരുന്നാലും അത് ഞാനിത് കുറച്ച് തമാശയ്ക്ക് പോലെ പറഞ്ഞതാണെങ്കിലും അവർ പറഞ്ഞതിൽ ഒരുപാട് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം പല ഹോട്ടലുകളിലും നടക്കുന്ന വൻ തട്ടിപ്പ്. മറ്റ് സാധനങ്ങൾ പോലെ ഒരു ഇരുമ്പ് സാധനമോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല. വാങ്ങി ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയുന്ന ബില്ലിന് ഒരുവിധം 90%, 99% ആളുകളും അതിന് തർക്കിക്കാൻ നിൽക്കില്ല. കാരണം തിന്ന സാധനമല്ലേ, തിന്നു കഴിഞ്ഞ സാധനമല്ലേ. അതുകൊണ്ടാണ് ഇവർ അതുപോലെയൊക്കെ ചെയ്തിട്ട് പോകുന്നത്. എന്നിരുന്നാലും അവരുടെ യാത്ര എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു യാത്രയാണ് കണ്ടത്. കാരണം ഫാമിലി, കുടുംബം അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ആദ്യം അവരുടെ യാത്രയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ യാത്രയിലെ ഒരുപാട് വളരെ നാച്ചുറലായിട്ടുള്ളൊരു യാത്ര കണ്ടപ്പോൾ വളരെ സന്തോഷം. നമ്മളൊക്കെ അതുപോലെ ടൂർ പോയിരുന്ന ആൾക്കാരാണല്ലോ. ഞാനൊക്കെ ഫാമിലി ആയിട്ട് ഒരുപാട് ടൂർ പോയിട്ടുണ്ട്. അന്നൊന്നും ചാനലുകളും യൂട്യൂബും വ്ളോഗ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോകൾ മിസ്സായിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ നാട് വിട്ടു നിൽക്കുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. സന്തോഷകരമായിട്ടുള്ള അവരുടെ യാത്ര കാണുമ്പോൾ എന്തായാലും ആ യാത്രകൾ നിങ്ങളൊന്ന് കാണുക. അതോടൊപ്പം ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ടൂർ ഒന്ന് ആസ്വദിക്കുക. അതിന് ശേഷം ഇതിൻ്റെ മെയിൻ കാര്യങ്ങളിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഈ ടൂറിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ നല്ലതും പൊട്ടയായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതും കൂടി കേൾക്കണം. ആദ്യം ഇവരുടെ അസന്തോഷകരമായിട്ടുള്ള ടൂറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം, അവരുടെ യാത്ര. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് തൃശ്ശൂർ. അപ്പോൾ നമ്മൾ തൃശ്ശൂരാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇന്നലെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് എത്തിയപ്പം 1 മണിയായിട്ടുണ്ട്. അമ്പു ഇവിടെ? അമ്പുനെ കണ്ടില്ല. അമ്പു ദേ ഇവിടെ കിടപ്പുണ്ട്. അമ്പു അമ്പുവേ. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ വെളുപ്പിന് എണീറ്റല്ലേ പോലെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ? എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ? കിടിലല്ലേ? ഓ, ഇവിടെ അടിപൊളി വ്യൂ ആണ്. കാരണം അടുത്തടുത്ത് മൊത്തം ഒരു ഗോൾഡൻ മയമാണ്. ഞാനങ്ങനെ ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഞാൻ അമ്പലത്തിൽ അന്തരാ ഞാൻ മാറി ഇങ്ങോട്ടെല്ലാം പോകുമോ? നിങ്ങൾ പറ, ആരാണ് സൂപ്പർ? നിങ്ങൾ പറ. നമ്മൾ പറയാനില്ലേ, രണ്ടാളും സൂപ്പറൊക്കെ തന്നെയാണ്. സംഗതി ഇതൊന്നുമല്ല, കുറച്ചും കൂടിയും കാര്യങ്ങൾ കാണാണ്ട്, അത് കാണും. അപ്പോൾ മനസ്സിലാവും എന്താ സംഭവം. എനിക്ക് തന്നില്ല, ഞാൻ ചമ്മി പോകും. ചമ്മി പോവല്ല, നാണം കെട്ടുപോയി. ഇത് കണ്ടിട്ട് ഞങ്ങൾ നാണം കെട്ടു. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എല്ലാ വ്ളോഗ്സും കാര്യങ്ങളും എല്ലാതും കാണുന്നതിലൊക്കെ നമുക്കൊരു ത്രില്ലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാമിലി ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഫാമിലി ആയിട്ട് പോകുന്നതിൻ്റെ സുഖം അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളൊരു ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് നിങ്ങൾ വന്നിട്ട് എന്നാക്കേണ്ട ഒരു കാര്യമില്ല. അതൊന്നല്ല നമ്മൾ പബ്ലിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. സ്നേഹം കാണിക്കാൻ എത്രയോ നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ മതി ഞങ്ങൾക്ക്. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കൽ, കാട്ടൽ, ഇതൊക്കെ ആയിട്ട് തരം താഴ്ന്ന് പോകരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആ വിഷയത്തിലൊക്കെ. നമ്മളൊരു അഭിപ്രായമായിട്ട് എടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം, അത് വേറെ വിഷയം. എന്നിരുന്നാലും എനിക്കതൊരു സുഖമായിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ശരി, ബാക്കി കാണട്ടെ.
താങ്ക് യു. അയ്യോ നിനക്കാരും തന്നില്ലല്ലോ അമ്പു. ഞാൻ ആ ഉണ്ണിക്ക് ഉമ്മ കൊടുത്തില്ല എന്ന് പബ്ലിക്കിനോട് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ആ നിഷ്കളങ്കമായ കുട്ടിക്ക് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊടുക്കുന്ന ഒരു ഉമ്മ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഇനി അടുത്ത ഭാഗം കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ അടുത്തതായിട്ട്. എവിടെ സോറി മാറിപ്പോയി. ഇവണിന് കുത്തിയിട്ട് നോവുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, സൂചി കുത്തി കൊടുക്കുക, ഇതൊക്കെ നമ്മൾ എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്തോ അങ്ങനെ ഇതിലാവട്ടെ. ശരി, പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഇന്നലെ ഇവിടെയാണ് സുഹൃത്തുക്കളെ താമസിച്ചത്. എങ്ങനെയുണ്ട്? നൈസല്ലേ? അടിപൊളിയില്ലേ? ഈ ചിത്രപ്പണികളൊക്കെ സൂപ്പറാണ്. നോക്കണേ, കാണിച്ചു തരാം. അതാ ഞാനും ആലോചിക്കുന്നത്. നോക്കണേ, എല്ലായിടത്തും ഓരോ ഇന്ന് ചിത്രപ്പണി എന്നല്ലേ പറയുന്നത്. എന്തൊരു പണി എന്ന് പറയുന്നത്? ഇത് കല്ല് കൊത്തുപണി. ആ, എല്ലാം അടിപൊളി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കില്ല, അത് നോക്കി സെറ്റല്ലേ. നമുക്കൊരു ഇതെന്ത് കലാപീഠം അല്ലേ മൃദുലേ? ആ, കലാപീഠം ഉണ്ട് കേട്ടോ. കാരണം ഈ വിഷ്ണുമായ എന്ന് പറയുന്നൊരു ദൈവത്തിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? എല്ലാവർക്കും അറിയാതിരിക്കാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണ് നമ്മുടെ വിഷ്ണുമായ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ മീൻസ് ഇത് ആരാധിക്കുന്ന ക്ഷേത്രമുള്ളത് നമ്മുടെ പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ ഏരിയയിൽ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. വിഷ്ണുമായ ആരാധിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ക്ഷേത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ വീടിൻ്റെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം തൃപ്രയാർ അമ്പലം, അതുപോലെ തന്നെ അതിനടുത്തുള്ള കുറേ അമ്പലങ്ങളും കാര്യങ്ങളും, വിഷ്ണുമായ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളാണ്. അത് നിർത്തിയില്ല. ഒരു ബീഫ് ഡ്രൈ ഫ്രൈ കൂടി പറഞ്ഞോ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ബീഫ് ഡ്രൈ ഫ്രൈ സ്നാക്ക് പോലെ തിന്നോ. ഇന്നലത്തെ BDF ആണ് പണി കിട്ടിയതാണ് മൃദുല പറയുന്നത്. പക്ഷെ ഞാൻ BDF കുറച്ചേ കഴിച്ചോളൂ കേട്ടോ. ഞാൻ കുറച്ച് കഴിച്ചോളൂ. അതെ അതെ, അതെ. ഇത് വേറൊരു ക്ഷേത്രം കേട്ടോ. ഇതിന് അടുത്ത് തന്നെയുള്ള വേറൊരു ക്ഷേത്രമാണ് സുഹൃത്തുക്കളെ. ഇവിടെ മൊത്തം ക്ഷേത്രം കേട്ടോ. ഇന്നലെ രാത്രി കഴിച്ച പൊറോട്ട ആൻഡ് താറാവ് റോസ്റ്റ് സൂപ്പർ ആയിരുന്നു. സീരിയസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. പക്ഷെ എന്ത് പറ്റി അറിയത്തില്ല, മൃദുലയ്ക്ക് വയറ്റിന് പിടിച്ചില്ല. പക്ഷെ ഞാൻ ഉറക്കം വരുന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല. വൊമിറ്റ് ചെയ്തത് ഒറ്റയ്ക്ക് പോയി നിന്ന് വൊമിറ്റ് ചെയ്തു. ഇഷ്ടം ചിലർക്ക് അങ്ങനെയാണ്, ചില ഫുഡുകളൊന്നും വയറ്റിന് പിടിക്കില്ല. എന്നാൽ ഇതൊക്കെ കഴിക്കാതിരുന്നൂടെ? അപ്പോൾ മൊത്തത്തിലാകെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും യാത്രയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാനും ഇതുപോലെ ഒക്കെ പോകുമ്പോൾ നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ട്, നമ്മളെ വീട്ടുകാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കതൊക്കെ ഒരു പിന്നീട് ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു തമാശയോ ചിരിക്കാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് അതൊക്കെ. കാരണം ആ സമയത്തൊക്കെ അത് വലിയ ടെൻഷനാണ്. സന്തോഷത്തിലാണ് പോകുന്നതെങ്കിലും ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വയറിനൊക്കെ സുഖമില്ലാണ്ടാവുക, ഛർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഊട്ടിക്ക് പോയിട്ട് ഇതുപോലെ ഞാൻ എൻ്റെ വൈഫിനായിട്ട് ഊട്ടിക്കൊക്കെ പോയിട്ട് അവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, എന്ത് കഴിച്ചാലും ഇങ്ങനെ വരിക, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവിടെ അവസാനം ഹോസ്പിറ്റലൊക്കെ പോയി ഞങ്ങൾ. അപ്പോൾ നമ്മുടെ മൂഡ് കംപ്ലീറ്റ് മാറി. ഹോസ്പിറ്റലൊക്കെ പോയി അവിടെ കുറച്ച് നേരം നിർത്തി ഒരു ട്രിപ്പൊക്കെ കയറ്റി. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ പരമാവധി നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറുവക ഒരു 1 ഡേ ടൂറ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പരമാവധി ഡ്രൈ ആയിട്ടുള്ള ചപ്പാത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ ഒരു സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു കണ്ടീഷനൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഹോട്ടലിലൊക്കെ കയറുന്നതാണ് നല്ലത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് ഞങ്ങളുടെ യാത്രകളൊക്കെ. ഭയങ്കര സ്കാമാട്ടോ മീനിൻ്റെ കാര്യത്തിൽ നടക്കണേ. അതുകൊണ്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടാ നിങ്ങളത് എങ്ങനെയാ പറഞ്ഞത് മീനിൻ്റെ കാര്യം? മീനിൻ്റെ കാര്യം ഒരു ചെറിയ മീനാണെന്ന് പറഞ്ഞാൽ തന്നത്. പക്ഷേ അത് വലിയ മീനാണ്. 2 കിലോ വേണ്ട. 2 കിലോ മീനില്ല. അപ്പം അതിൻ്റെ കഴിക്കുന്ന നമുക്കറിയത്തില്ല എത്ര കിലോ മീനാണെന്നൊന്നും. അതെ, ഇവിടെ കഴിച്ച വേറെ ആൾക്കാരും ഉണ്ട് കേട്ടോ. ആ, നമുക്കും ഇവിടെ ഇതുപോലെ തന്നെ കഴിച്ചിട്ട് അതിലെ ബില്ലിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ 2,680 അല്ലേ? 2,680 അതിന്റെ കിലോ പറയണത്. നമ്മൾ ചോദിക്കാതെ തന്നെ അവർ 3/4 കിലോ കുറച്ചേക്കണം, ഡിസ്കൗണ്ട് ചെയ്തേക്കണം. എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞത് എന്താ, 2 കിലോ 1 കിലോ കൂടുതലുള്ള മീനെ ഇവിടെ ഉള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ എന്നിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ
500 ഗ്രാമിന്റെ ചെറിയ മീനുകളുണ്ട്. കിച്ചണിൽ ഇപ്പോൾ പോയി ക്യാമറ കാണിച്ചു. കിച്ചണിലുണ്ട്. അതല്ല വെയിറ്റ് നമുക്ക് പറയണ്ടേ. ഇപ്പൊ ബില്ല് വന്നപ്പം 1500 മൊത്തത്തിൽ 1600 1700 ബില്ല് എഴുതി വെച്ചേക്കും. താണ്ടേ ഇത് കണ്ടോ ഇവർ കഴിച്ചതിന്റെ ബില്ലാണ് 2720 രൂപയാണ് ഇവർക്ക് ബില്ല് വന്നത്. ഇവരൊരു മീൻ വാങ്ങിച്ചാണ്. ഇവരുടെ നിങ്ങളുടെ പറഞ്ഞ എത്ര രൂപയെന്ന് പറഞ്ഞായിരുന്നു? പറഞ്ഞില്ല. നമ്മള് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന ആൾക്കാരാ. അവിടെ നമുക്ക് കൊണ്ട് കാണിച്ചു തരും ഇങ്ങനെ വെയിറ്റ്, എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ ഇതുപോലെ 2650 ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് പിന്നെ അത് കൂടാതെ അവർ 3/4 കിലോ ഡിസ്കൗണ്ട് ചെയ്തേക്കണം. ഞാൻ ചോദിച്ചു നമ്മൾ തല്ല് പിടിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാം? ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുക കേട്ടോ. സീരിയസ്ലി ഇത് ഭയങ്കര ഒരു സ്കാമാണ്. നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു നേരത്തെ വരുന്ന അല്ലേ? ഓണേഴ്സിന്റെ നമ്പർ ചോദിക്കുമ്പോൾ ഓണേഴ്സിന്റെ നമ്പർ തരണം. എന്നിട്ടൊന്നുമില്ല, നമ്മൾ നമ്പർ നമ്മൾ വിളിക്കാൻ പറഞ്ഞു, കാശ് തരണമെങ്കിൽ നമ്പർ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. നമ്മൾ തിരിച്ചു വിളിക്കട്ടെ. ഞാൻ ചെന്നപ്പോൾ ഒരു ഫാമിലി അവർ ഇറങ്ങി പോയിട്ടോ. അവർക്ക് 3000 ബില്ല് എഴുതി കൊടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യാനാ? ഡോക്ടർ, എറണാകുളത്തുള്ള ഫേമസ് ഒരു ഡോക്ടർ, അവര് ആ ഡോക്ടറും ഭാര്യയും കൂടെ വന്നിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള മീൻ ചോദിച്ചിട്ടില്ല. അവസാനം വേറൊരു മീൻ അവര് മേടിച്ചിട്ട് അതേ ഞങ്ങളുടെ അതേ സെയിം ബില്ല്, പക്ഷെ വെയിറ്റ് തൂക്കത്തിൽ വ്യത്യാസം ആണല്ലേ. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഇവിടെ അടുത്തുള്ള എന്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഫ്രണ്ട് പറയണത് നിനക്ക് വേറെ സ്ഥലം കണ്ടില്ലെന്ന്. ഇതിപ്പോൾ എത്ര അടക്കണം ഞാൻ? ഇതിപ്പോൾ എൻ്റെ അടുത്ത് 1 കിലോയ്ക്ക് പറഞ്ഞ ചേച്ചാൽ 1300 1200 ഇത് എഴുതിയിരിക്കുന്നത് 1570 1300. അപ്പോൾ റൗണ്ട് ചെയ്തോ. ആപ്പിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. സത്യം ഇങ്ങനത്തെ കടകളിൽ ഭയങ്കരമായിട്ട് സ്കാം കിടക്കെ. അതായത് ഈ മീൻ സത്യം നമ്മളിപ്പം ഒരു 500 200 300 രൂപ കൊടുക്കുക ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. സീരിയസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നപ്പം എത്ര ആൾക്കാരെ അവിടെ കൂടിയെന്നറിയോ? ഇതിൻ്റെ ഓണർ പോലും ഇല്ല. അപ്പം നമുക്കിപ്പോൾ ഒരു 300 രൂപ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ കള്ളത്തരം കാണിച്ച ആൾക്കാർ ആഹാരത്തിൻ്റെ പേരിൽ പൈസ പറ്റിക്കാതിരിക്കുക, അത് ഭയങ്കര മോശമാണ്. കാരണം നമ്മൾ ഒരു നേരത്തെ ആഹാരം വിശന്നിട്ട് കഴിക്കാൻ വേണ്ടി ഫാമിലിയായിട്ട് വന്ന് കയറുമ്പോൾ അവരെ അറുത്ത് ഈ 3000 സംഭവങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരിക്കലും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് അവരോട് തർക്കിക്കാനോ കാര്യങ്ങൾ പറയാനോ പറ്റാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ അതിനൊക്കെ പറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ പലരും അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കില്ല. കാരണം ഒരു തിന്നു കഴിഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തല്ലുകൂടുന്നത് അതൊക്കെ തന്നെയാണ് ഇവർ മുതലാക്കി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് പരമാവധി ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത്തരം അതായത് അതിൻ്റെ പേരും കാര്യങ്ങളും കൊടുത്തിട്ട് പുഴയോരം എന്നുള്ള പറവൂർ നോർത്ത് പറവൂർ എന്നങ്ങനെ എന്തോ ഒരു അഡ്രസ്സ് അതിൽ കണ്ടു ഞാൻ. പറവൂരിലുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ അത്തരം കടകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം അത് നമ്മൾ ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും അവരുമായി തർക്കിക്കേണ്ട ഒരു ഇടവരുത്തുന്നതിന് മുൻപ് സാധാരണ നോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഏത് സ്ഥലത്ത് ചെന്നാലും കുറച്ച് വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇദ്ദേഹം ചെയ്ത മാതിരി ചോദിക്കുക. അപ്പോൾ ആ തർക്കിക്കുന്നതിനൊക്കെ കൂടുതൽ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞാനീ പറഞ്ഞ മാതിരി പ്രണവ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നല്ലതാവും നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ എൻ്റെ അഭിപ്രായം അങ്ങനെ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.